നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ആസ് എൻ എഡിറ്റർ നമുക്ക് ഓഡിയൻസിൻ്റെ ഇമോഷൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ലേവ് കൊളേഷോവ് ഒരു റഷ്യൻ ഫിലിം മേക്കർ ആൻഡ് തിയറിസ്റ്റ് ആയിരുന്നു. ആളൊരു ഫിലിം മേക്കർ ആയിരുന്നാലും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഓഫ് എഡിറ്റിംഗ് ഓൺ വ്യൂവേഴ്സ് എന്നുള്ള കാര്യത്തെപ്പറ്റി പഠിക്കാനായിരുന്നു. ലേവ് കൊളേഷോവ് ബിലീവ്സ് ദാറ്റ് സിനിമയുടെ ആത്മാവ് എഡിറ്റിങ്ങിലാണെന്നും ഈവൻ ആക്ടിംഗ് പോലും കംപ്ലീറ്റ് ആകുന്ന എഡിറ്റിങ്ങിലൂടെ ആണെന്നുമാണ്. സോ ഇറ്റ്സ് നോട്ട് ദ ആക്ടർ ദാറ്റ് മാറ്റേഴ്സ്, ഇറ്റ്സ് ദ കട്ട്. ഏർലി 1920s കുളഷോവ് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തു. കുറച്ച് ഓഡിയൻസിനെ വിളിച്ചിട്ട് 3 സീക്വൻസ് കാണിച്ചു. ആൻഡ് ഫസ്റ്റ് സീക്വൻസിലെ ഫസ്റ്റ് ഷോട്ട് ഒരു ആക്ടർ വിത്ത് എ ന്യൂട്രൽ ഫേഷ്യൽ എക്സ്പ്രഷൻ, ആൻഡ് സെക്കൻഡ് ഷോട്ട് കുറച്ച് സൂപ്പ് ഒരു ടേബിളിൽ വെച്ചിരിക്കുന്നു, ആൻഡ് തേർഡ് ഷോട്ട് എഗെയിൻ ആക്ടറുടെ ഫേസ്. ആൻഡ് ഇത് കണ്ട ഓഡിയൻസ് പറഞ്ഞു ആക്ടറിന് വിശക്കുന്നുണ്ട് ആൻഡ് ആ സൂപ്പ് കണ്ടിട്ട് കുടിക്കാൻ തോന്നി. സോ ഇവിടെ ഹങ്കറാണ് കാണിക്കുന്നത്. ആൻഡ് സെക്കൻഡ് സീക്വൻസിലെ ഫസ്റ്റ് ഷോട്ട് ആക്ടറുടെ ഫേസ്, ആൻഡ് സെക്കൻഡ് ഷോട്ട് ഒരു കുട്ടി മരിച്ചു കിടക്കുന്നു, ആൻഡ് തേർഡ് ഷോട്ട് എഗെയിൻ ആക്ടറുടെ ഫേസ്. സോ ഇത് കണ്ട ഓഡിയൻസ് പറഞ്ഞു ആക്ടറിന് ആ കുട്ടി മരിച്ചു കിടക്കുന്ന കണ്ടിട്ട് ദുഃഖം തോന്നി. സോ സാഡ്നെസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനി തേർഡ് സീക്വൻസിലെ ഫസ്റ്റ് ഷോട്ട് ആക്ടറുടെ ഫേസ്, ആൻഡ് സെക്കൻഡ് ഷോട്ട് ഒരു ലേഡി ഒരു സോഫയിൽ കിടക്കുന്നു, ആൻഡ് തേർഡ് ഷോട്ട് ആക്ടറുടെ ഫേസ്. ആൻഡ് ഇത് കണ്ട ഓഡിയൻസ് പറഞ്ഞു ദ ആക്ടർ ഫെൽ ഇൻ ലവ്. സോ ഇവിടെ ലവ് അല്ലെങ്കിൽ ഡിസയർ ആണ് കാണിക്കുന്നത്. ആൻഡ് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ 3 സീക്വൻസിലും ആക്ടറുടെ ഷോട്ട് സെയിം ആയിരുന്നു. ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുള്ള സെക്കൻഡ് ഷോട്ടായിരുന്നു. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? ഡിഫറെൻറ്റ് ഷോട്ട്സ് ഒരു പ്രത്യേക ഓർഡറിൽ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഒരു മീനിങ് ഡിറൈവ് ചെയ്യും, ഓർ ദ എഡിറ്റർ മാനിപ്പുലേറ്റഡ് എ ഫീലിംഗ് ഔട്ട് ഓഫ് ദി ഓഡിയൻസ്. ഈവൻ ദോ 1920s പറഞ്ഞ കാര്യമാണ് കൊളഷോവ് എഫക്റ്റ് എങ്കിലും ഇന്ന് നമ്മൾ കാണുന്ന മൂവീസിൽ പോലും കൊളഷോവ് എഫക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ മൂവി റോമിയോ ആൻഡ് ജൂലിയറ്റ് ഫസ്റ്റ് ടൈം അവർ കാണുന്ന ടൈമിൽ റോമിയോയുടെ ഫേസ് കാണിക്കുന്നു, ദെൻ ജൂലിയറ്റിൻ്റെ ഫേസിലേക്ക് കട്ട് ചെയ്യുന്നു, എഗെയിൻ റോമിയോയുടെ ഫേസിലേക്ക് കട്ട് ചെയ്യുന്നു, ആൻഡ് നൗ വി ഫീൽ ദാറ്റ് ദേ ആർ ഇൻ ലവ്. ആൻഡ് അതുപോലെ തന്നെ കൽക്കി മൂവിയിൽ ഭൈരവ കോംപ്ലക്സിലെത്താൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഈ 3 ഷോട്ട്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പ്രഭാസിൻ്റെ ഫേസ് കാണിക്കുന്നു, ദെൻ കോംപ്ലക്സ് കാണിക്കുന്നു, ആൻഡ് എഗെയിൻ പ്രഭാസിൻ്റെ ഫേസിലേക്ക് കട്ട് ചെയ്യുന്നു. ആൻഡ് ഈ ഷോട്ട്സിൻ്റെ അറേഞ്ച്മെൻറ്റ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വൺ ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഡയറക്ടറായ ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. Now the third way is what one might call pure cinematics, the assembly of film, and how it can be changed to create a different idea. Now we have a close-up. Let me show what he sees. Let's assume he saw a woman holding a baby in her arms. Now we cut back to his reaction to what he sees. And he smiles. Now what is he as a character? He's a kindly man. He's sympathetic. Now, let's take the middle piece of film away, the woman with the child, but leave his 2 pieces of film as they were. Now we'll put in a piece of film of a girl in a bikini. He looks, girl in a bikini, he smiles. What is he now? The dirty old man. He's no longer the benign gentleman who loves babies. That's the difference. That's what film can do for you. ആൻഡ് നമുക്ക് കൊളഷോവ് എഫക്റ്റ് യൂസ് ചെയ്തിട്ട് ടെൻഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ 2 വീക്സ് മുമ്പ് കണ്ടൊരു മൂവിയാണ് ഏജൻറ്റ് സായ് ശ്രീനിവാസ അത്രയ. ആൻഡ് ഇവിടെ ഏജൻറ്റിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് സോൾവ് ചെയ്യണം, ആൻഡ് ഓൾസോ പോലീസ് അറസ്റ്റ് ചെയ്യാനും വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ ടെൻഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഏജൻറ്റ് കേസ് സോൾവ് ചെയ്യുന്ന സീനിൻ്റെ കൂടെ പോലീസ് വന്നുകൊണ്ടിരിക്കുന്ന സീൻസും കാണിക്കുന്നുണ്ട്. സോ ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ, ഓർ ഏജൻറ്റ് എസ്കേപ്പ് ആവുമോ, അല്ലെങ്കിൽ അതിനു മുമ്പ് കേസ് സോൾവ് ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷൻ ഇങ്ങനെ ഷോർട്സ് കട്ട് ചെയ്യുന്നതിലൂടെ ഓഡിയൻസിലേക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ടെൻഷൻ റിലീസ് ചെയ്യാൻ വേണ്ടി പോലീസ് എത്തിയപ്പം അവർ ഓൾറെഡി അവിടുന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് തന്നെയാണ് മിന്നാരം മൂവിയിൽ നീന സീരിയസ് ആയിട്ട് കിടക്കുന്ന സീൻ കാണിക്കുന്നു, എഗെയിൻ ബോബി മെഡിസിനായിട്ട് ബൈക്കിൽ വരുന്ന സീൻ കാണിക്കുന്നു, വീണ്ടും നീനയുടെ സീൻ കാണിക്കുന്നു, എഗെയിൻ ബോബി ബൈക്കിൽ മെഡിസിനായിട്ട് വരുന്ന സീൻ കാണിക്കുന്നു. ആൻഡ് അതുപോലെ തന്നെ CID മൂസയിൽ ബോംബ് കാണിക്കുന്നു, ദെൻ മന്ത്രിയെ അവർ തടഞ്ഞു നിർത്തുന്നു, എഗെയിൻ ബോംബിൻ്റെ സീൻ കാണിക്കുന്നു, ആൻഡ് മന്ത്രിയെ അവരെ തടഞ്ഞു നിർത്തുന്ന സീൻ കാണിക്കുന്നു. സോ ഇതിലൂടെ ബോംബ് എപ്പോഴാണ് ബ്ലാസ്റ്റ് ചെയ്യുന്നതെന്നുള്ളൊരു ടെൻഷൻ
ഓഡിയൻസിലേക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആൻഡ് അതുപോലെ തന്നെയാണ് ഇൻ ഹരിഹർ നഗർ മൂവിയിൽ ജോൺ ഹോനായി ലൈറ്റർ എടുത്ത് കത്തിക്കാൻ തുടങ്ങുന്നു, ഗ്യാസ് ലീക്കാവുന്ന ഷോട്ട് കാണിക്കുന്നു. എഗെയിൻ ജോൺ ഹോനായി ലൈറ്റർ കത്തിക്കുന്ന സീൻ കാണിക്കുന്നു, ദെൻ ഗ്യാസ് ലീക്കാവുന്ന ഷോട്ട് കാണിക്കുന്നു. സോ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് കോളർ ഷോ എഫക്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ ഓഡിയൻസിലേക്ക് ആ ഒരു ടെൻഷൻ കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ബേസിക്കലി നിങ്ങൾ ഏത് മൂവി എടുത്താലും അവിടെ നമുക്ക് കോളർ ഷോ എഫക്റ്റിൻ്റെ യൂസ് കാണാം. ആൻഡ് വേറൊരു എക്സാമ്പിളാണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 4 മാക്സ് ഡീമൻ്റെ അടുത്ത് ട്രാപ്പായി പോകുന്ന സീൻ. ആൻഡ് ഇവിടെ മാക്സിന് രക്ഷപ്പെടണം. സോ അതിനുവേണ്ടി വിൽ പവർ ആവശ്യമാണ്. ആൻഡ് ഷീ നീഡ്സ് ടു ഫൈറ്റ് ബാക്ക്. ആൻഡ് ഓൾസോ കാണുന്ന നമുക്കും അത് ഫീൽ ചെയ്യണം. കോളർ ഷോ എഫക്റ്റ് ഈസ് സോ പവർഫുൾ ദാറ്റ് ആ ഒരു ബാക്ക് ടു ബാക്ക് ആയിട്ട് കോളർ ഷോ എഫക്റ്റ് യൂസ് ചെയ്തു. ഫസ്റ്റ് മാക്സിൻ്റെ ഫേസിലേക്ക് കട്ട് ചെയ്യുന്നു, ദെൻ എവിടേക്കാണോ രക്ഷപ്പെടേണ്ടത് ആ ഡെസ്റ്റിനേഷൻ കാണിക്കുന്നു. എഗെയിൻ മാക്സിൻ്റെ ഫേസിലേക്ക് കട്ട് ചെയ്യുന്നു. സോ വി ഫീൽ ദാറ്റ് മാക്സിന് രക്ഷപ്പെടണം എന്നുള്ള ആവശ്യം കൂടി വരുവാണ്. ആൻഡ് എഗെയിൻ മാക്സിൻ്റെ ഐസിലേക്ക് കട്ട് ചെയ്യുന്നു, ദെൻ ഡെസ്റ്റിനേഷനിലേക്ക് കട്ട് ചെയ്യുന്നു, ദെൻ എഗെയിൻ ബാക്ക് ടു മാക്സ്. ആൻഡ് നൗ ഷീ നീഡ്സ് ടു ഫൈറ്റ് ബാക്ക്. അതിന് വിൽ പവർ ആവശ്യമാണ്. സോ വാട്ട് ദേ ഡിഡ് വാസ് മാക്സിൻ്റെ മെമ്മറീസിലേക്ക് കട്ട് ചെയ്തു. അവർ ഹാപ്പി ആയിരുന്ന ടൈം, ബെസ്റ്റ് മൊമെൻറ്റ്സ്, ഹാപ്പി ഡേയ്സ്, ഫ്രണ്ട്സായിട്ട് സ്പെൻഡ് ചെയ്ത ടൈം, ദെൻ എഗെയിൻ മാക്സിലേക്ക് കട്ട് ചെയ്യുന്നു. സോ ഓഡിയൻസിനും ആ വിൽ പവർ ബിൽഡ് ആവുന്നു. ആൻഡ് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് കട്ട് ചെയ്യുന്നു, ഫ്രണ്ട്സ് ആയിട്ടുള്ള ടൈം, ഗുഡ് മൊമെൻറ്റ്സ്, ഈ സീൻസ് എല്ലാം കാണിക്കുന്നു. ആൻഡ് എഗെയിൻ മാക്സിൻ്റെ ഫേസിലേക്ക് കട്ട് ചെയ്യുന്നു. സോ നമുക്കും ആ കറേജ് ബിൽഡ് ആവുന്നു ജസ്റ്റ് ബൈ സിംപ്ലി കട്ടിങ് ബാക്ക്. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്, മാക്സ് ഓപ്പൺ ഹെർ ഐസ് ആൻഡ് ഫൈറ്റ് ബാക്സ്. ദെൻ താഴെ വീഴുന്നു, മാക്സിൻ്റെ ഫേസിലേക്ക് കട്ട് ചെയ്യുന്നു, ആൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് കട്ട് ചെയ്യുന്നു, എഗെയിൻ ബാക്ക് ടു മാക്സ് ആൻഡ് ഷീ എസ്കേപ്സ്. എഡിറ്റിംഗ് ഈസ് ലൈക്ക് എ കോൺവേഴ്സേഷൻ. ഒരു ഷോട്ട് അടുത്ത ഷോട്ടിനോട് സംസാരിക്കുന്ന പോലെ. ഫസ്റ്റ് ഷോട്ടിൽ ഒരു ക്വസ്റ്റ്യൻ കാണും, ആൻഡ് അടുത്ത ഷോട്ടിൽ അതിൻ്റെ റെസ്പോൺസ്. ആൻഡ് ഓൾസോ ഒരു ന്യൂ ക്വസ്റ്റ്യനൂടെ കാണും, ആൻഡ് അടുത്ത ഷോട്ടിൽ അതിൻ്റെ റെസ്പോൺസ് ആയിരിക്കും, ആൻഡ് സോ ഓൺ. ആൻഡ് ഇവിടെ നമ്മൾ ഓഡിയൻസിനോട് സ്റ്റോറി പറയുന്നില്ല, ഇൻസ്റ്റഡ് വി ഷോ ദം. ദൃശ്യത്തിലെ ഒരു എക്സാമ്പിൾ നോക്കാം. വരുണിൻ്റെ ബോഡി സെർച്ച് ചെയ്യുന്ന സീനാണ്. സോ ആസ് ആൻ ഓഡിയൻസ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, വരുണിൻ്റെ ബോഡി കിട്ടുമോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ജോർജ് കുട്ടി ആൻഡ് ഫാമിലി എങ്ങനെ റിയാക്ട് ചെയ്യും? ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, പോലീസ് എങ്ങനെ റിയാക്ട് ചെയ്യും? ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് ആൻഡ് മീഡിയ എങ്ങനെ റിയാക്ട് ചെയ്യും? ആൻഡ് ഈ സീനിൽ മൾട്ടിപ്പിൾ ടൈംസ് കോളർ ഷോ എഫക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കോളർ ഷോ എഫക്റ്റിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നില്ല. ആൻഡ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ കിട്ടി, അത് വരുണിൻ്റെ ബോഡി അല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ജോർജ് കുട്ടി എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? സോ ജോർജ് കുട്ടി പെട്ടെന്ന് മീഡിയയുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തേക്ക് പോകുന്നു. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, ഇത് കാണുന്ന പോലീസ് എങ്ങനെ റിയാക്ട് ചെയ്യും? സോ പോലീസിൻ്റെ റിയാക്ഷൻ ഇവിടെ കാണിക്കുന്നു. ആൻഡ് ഈ ടൈമിൽ റിലേറ്റീവ്സ് ആൻഡ് നെയ്ബേഴ്സ് എങ്ങനെ റിയാക്ട് ചെയ്യും? സോ അവരെങ്ങനെയാണ് പോലീസിനോട് റിയാക്ട് ചെയ്യുന്നതും ഈ ഒരു പ്രോബ്ലത്തോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതും അടുത്ത സീനിൽ കാണിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീഡിയ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? സോ മീഡിയ ഇവരോട് വന്ന് ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, ഈ ന്യൂസ് കാണുന്ന പബ്ലിക് എങ്ങനെ റിയാക്ട് ചെയ്യും? ആൻഡ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുന്നതാണ്. ആൻഡ് ഇതെല്ലാം ആൻസർ ചെയ്യപ്പെടുന്നുമുണ്ട്. സോ ഒരു ഫെൻറ്റാസ്റ്റിക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ബിക്കോസ് എവറി ഷോട്ട് ഈസ് റെസ്പോണ്ടിങ് ടു ഈച്ച് അതർ. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത്, ഇതെല്ലാം നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്യുന്നതല്ലേ? യെസ്, ഓഫ് കോഴ്സ്, ഉറപ്പായിട്ടും. ബട്ട് എഡിറ്റേഴ്സാണ് എവിടെ കട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ വരുണിൻ്റെ പേരൻസിൻ്റെ റിയാക്ഷൻ സിംഗിൾ ഷോട്ടായിരിക്കും. അതുപോലെ പോലീസിൻ്റെ റിയാക്ഷൻ, കുഴിയെടുക്കുന്നവർ, ജോർജ് കുട്ടി ആൻഡ് ഫാമിലിയുടെ ഷോട്ട്, ഈ ഷോട്ട്സ് എല്ലാം സിംഗിൾ ഷോട്ട്സ് ആയിരിക്കും. ആൻഡ് എഡിറ്ററാണ് തീരുമാനിക്കുന്നത് എപ്പം ആരുടെ റിയാക്ഷൻസിലേക്ക് കട്ട് ചെയ്യണമെന്ന്. ആൻഡ് ഈ മൂവീസ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. സോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈ ചാനൽ ഫോളോ ചെയ്യുന്നവർ യൂട്യൂബേഴ്സ്, വെഡ്ഡിംഗ് ഫിലിം മേക്കേഴ്സ്, റീൽസ്, ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നവരായിരിക്കും. ആൻഡ് അതിൽ നല്ലൊരു പെർസെൻറ്റേജ് ആൾക്കാരും പ്ലാനിങ്, ഷൂട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നവരായിരിക്കും. ആൻഡ് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങളൊരു ഫ്രീലാൻസ് വീഡിയോ എഡിറ്ററാണ് ആൻഡ് ഒരു വെഡ്ഡിംഗ് വീഡിയോ എഡിറ്റ് ചെയ്യുവാണ്. ഇവിടെ നമുക്ക് ക്ലയൻറ്റ് കുറേ ഫുട്ടേജ് അയച്ചു തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമ്മളൊരു സ്റ്റോറി ബിൽഡ് ചെയ്യണം, എന്നിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ക്ലിപ്സ് അറേഞ്ച് ചെയ്തിട്ട് ഒരു ഫൈനൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ഇവിടെ നമുക്കൊരു ചെറിയ സീൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ബ്രൈഡ് കാറിൽ നിന്ന് സ്റ്റേജിലേക്ക് വരുന്നു. അതായത് സീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രൈഡ് കാറിൽ നിന്ന് ഇറങ്ങുന്നത് ആൻഡ് എൻഡ് ചെയ്യുന്നത് സ്റ്റേജിലെത്തുന്നത്. ആൻഡ് ഫസ്റ്റ് നമുക്ക് സ്റ്റേജ് കാണിക്കാം. സോ ഓഡിയൻസിന് ഒരു ഐഡിയ കിട്ടും എങ്ങോട്ടാണ് ഇവർ വരുന്നതെന്ന്. ആൻഡ് സെക്കൻഡ് ഷോട്ട് നമുക്ക് ബ്രൈഡ് കാറിൽ നിന്ന് ഇറങ്ങുന്നത് കാണിക്കാം. ആൻഡ് ഇവിടെ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് ബ്രൈഡിനെ കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ. ഓക്കെ, സോ അത് കാണിക്കുക. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, ബ്രൈഡിന് ഇവരെ കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ എന്താണ്? സോ അത് നമുക്ക് കാണിക്കാം. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രൂം ബ്രൈഡിനെ കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ എന്തായിരിക്കും? അത് നമുക്ക് കാണിക്കാം. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, ബ്രൈഡ് ഗ്രൂമിനെ കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ എന്തായിരിക്കും?
അത് നമുക്ക് കാണിക്കാം. ദെൻ അടുത്ത് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, ഇവരെ രണ്ടുപേരെയും ബാക്കിയുള്ള ആളുകൾ കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ എന്തായിരിക്കും? അത് നമുക്ക് കാണിക്കാം. ആൻഡ് ഇവർ രണ്ടുപേരും ബാക്കിയുള്ള ആളുകളെ കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ എന്തായിരിക്കും? അത് നമുക്ക് കാണിക്കാം. ആൻഡ് ഫൈനലായിട്ട് അവർ സ്റ്റേജിലെത്തുന്നു. നിങ്ങൾ എഡിറ്റിങ്ങിനെ ഒരു കോൺവെർസേഷൻ പോലെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസിന് ഫോളോ ചെയ്യാൻ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യുവാണ്. ആൻഡ് ദേ വിൽ ഫോളോ ദാറ്റ്. ആൻഡ് സ്റ്റിൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറി എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഓർക്കുക, എന്നിട്ട് എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അതും ഓർക്കുക. ആൻഡ് നിങ്ങളോട് തന്നെ ചോദിക്കുക, വാട്ട് കോൺവെർസേഷൻ നീഡ്സ് ടു ഹാപ്പൻ ടു ഗെറ്റ് ടു ദ എൻഡ്, ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ട് കട്ട് ചെയ്യുക. എഡിറ്റിംഗ് ഈസ് എ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഹൗ ക്യാൻ യു മേക്ക് മീ ഫീൽ സംതിങ് വിത്തൗട്ട് ടെല്ലിങ് മീ ഹൗ ഷുഡ് ഐ ഫീൽ? സോ ഷോർട്സ് അങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ടു കട്ട്. വാൾട്ടർ സ്കോട്ട് മെർച്ച് ഒരു അമേരിക്കൻ ഡയറക്ടർ, എഡിറ്റർ ആൻഡ് അക്കാഡമിക് അവാർഡ് വിന്നറാണ്. ആൻഡ് അക്കോർഡിംഗ് ടു ഹിം ഒരു പെർഫെക്റ്റ് കട്ട് സംഭവിക്കണമെങ്കിൽ 6 ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യണം. ആൻഡ് ഈ 6 ക്രൈറ്റീരിയാസും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്തിട്ട് പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ട്. വെയർ ഇമോഷൻ ഹാസ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി ആൻഡ് 3D സ്പേസ് ഓഫ് ആക്ഷന് ലോവസ്റ്റ് പ്രയോറിറ്റിയും. ആൻഡ് ബൈ ദ വേ, ഈ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയുടെ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോവും. സോ ഹൈ പ്രയോറിറ്റിയുള്ള ആദ്യത്തെ 3 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ക്വിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ എനിക്കറിയില്ല, ബിക്കോസ് ഇതൊരു ഇൻറ്റ്യൂഷൻ ബേസ്ഡ് ആണ്. നമ്മൾ ഫീൽ ചെയ്ത് അത് മനസ്സിലാക്കി വേണം കട്ട് ചെയ്യാൻ. ആൻഡ് ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ് ത്രൂ ലേണിംഗ്, ഒബ്സർവേഷൻ ആൻഡ് പ്രാക്ടീസ്. ഭൂമിയിലെ അവസാന മനുഷ്യൻ ഒരു റൂമിലിരിക്കുമായിരുന്നു. ആൻഡ് സഡൻലി ആരോ കഥകിൽ തട്ടി. സോ ഇവിടെ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? എ ചേഞ്ച്. ഭൂമിയിലെ അവസാന മനുഷ്യൻ ഒരു റൂമിലിരിക്കുമായിരുന്നു. ഈ ഒരു സെൻറ്റൻസ് നമുക്ക് ഐസൊലേഷൻ അല്ലെങ്കിൽ ലോൺലിനെസ് ആണ് തോന്നിക്കുന്നത്. സോ നമുക്ക് ക്യാരക്ടറിനോട് ഒരു എമ്പതി ഫീൽ ചെയ്യും. ആൻഡ് സഡൻലി ആരോ കഥകിൽ തട്ടി. ആൻഡ് നൗ നമുക്ക് ടെറർ അല്ലെങ്കിൽ ഫിയർ ആണ് ഫീൽ ചെയ്യുന്നത്. ഇൻ മൂവി ഫൈൻഡിങ് നീമോ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് മാർലിന് നീമോയെ കിട്ടുന്നത്. ആൻഡ് ഓൾസോ നീമോയുടെ ഒരു ചിറകിന് സൈസ് കുറവായിരുന്നു. സോ ആസ് എ ഫാദർ നീമോയെ ദൂരത്തേക്ക് വിടാനും കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കാനും മാർലിന് പേടിയായിരുന്നു. സോ ഹി വാസ് ഓവർ പ്രൊട്ടക്റ്റീവ്. ബട്ട് നീമോ അങ്ങനെയല്ല, ഹി വാസ് വെരി കോൺഫിഡൻറ്റ്. സോ മാർലിൻ കാണിക്കുന്ന ഈ ഒരു ഓവർ പ്രൊട്ടക്റ്റീവ്നെസ് നീമോയെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു. ബട്ട് മൂവിയുടെ ക്ലൈമാക്സിൽ നീമോ വളരെയധികം റിസ്ക്കുള്ളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ മാർലിൻ അതിന് അനുവദിക്കുന്ന ഒരു സീനുണ്ട്. അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഹി റിയലൈസസ് ദാറ്റ് നീമോയ്ക്ക് അത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമെന്നും എൻ്റെ ഹെൽപ്പ് ഇനി അവൻ ആവശ്യമില്ലെന്നും. ആൻഡ് ആ ഒരു ചേഞ്ച് ആസ് ആൻ ഓഡിയൻസ് നമുക്ക് ഫീൽ ചെയ്യും. വൈ? ബിക്കോസ് മാർലിനെ കാണിക്കുന്ന സീനിലൊക്കെ മാർലിൻ എപ്പോഴും നീമോയെക്കുറിച്ച് ഓർത്ത് ടെൻസ്ഡ് ആയിരുന്നു. ആൻഡ് ദാറ്റ്സ് വൈ ആ ഒരു ചേഞ്ച് സംഭവിച്ചപ്പോൾ കാണുന്ന നമുക്കും ആ ഒരു ഇമോഷണൽ ഫീൽ കിട്ടി. സോ നമ്മൾ ഓരോ തവണ കട്ട് ചെയ്യുമ്പോഴും സ്റ്റോറി ആൻഡ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് മൈൻഡിൽ വെക്കുക. ഇൻ മൂവി ഓപ്പൺഹൈമർ, റോബർട്ട് ജെ ഓപ്പൺഹൈമർ ഫിസിക്സിലും അതിൻ്റെ പവറിലും ഹൈലി ഫാസിനേറ്റഡ് ആയിരുന്നു. ബട്ട് പിന്നീട് ഓപ്പൺഹൈമർ ഇത്രമാത്രം ഇഷ്ടപ്പെട്ട ഫിസിക്സ് യൂസ് ചെയ്ത് ലോകം തന്നെ നശിപ്പിച്ചു എന്ന് റിയലൈസ് ചെയ്യുന്നൊരു മൊമെൻ്റ് ഉണ്ട്. ആൻഡ് കാണുന്ന ഓഡിയൻസിനും ആ ക്യാരക്ടർ ഫീൽ ചെയ്യുന്ന അതേ ഇമോഷൻ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ബിഫോർ മേക്കിംഗ് എ കട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഡസ് ദാറ്റ് കട്ട് ഹെൽപ്പ് ദ ഓഡിയൻസ് അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റോറി ആൻഡ് ഡെവലപ്പ് ദ ക്യാരക്ടർ? ആൻഡ് ഈ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എഡിറ്റിംഗ് എന്താണ്, എഡിറ്റിംഗ് ആർട്ടാണോ, ഈ ഒരു ക്വസ്റ്റ്യനോടെ ഒരാളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ എ ലോട്ട് ഓഫ് എക്സ്പ്ലനേഷൻസ് ആൻഡ് എക്സാമ്പിൾസ് നമ്മൾ ഫൈനലി ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നു. സോ ഇവിടെ നിങ്ങൾക്കൊരു ക്യാരക്ടർ ചേഞ്ച് ആൻഡ് ഒരു സ്റ്റോറി കാണാം. ആൻഡ് ഈ ഒരു കാര്യം മൈൻഡിൽ വെച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. എങ്ങനെ നമ്മൾ ഇമോഷൻസ് കാണിക്കും? ആൻഡ് ഇവിടെയാണ് എഡിറ്റർക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് വേണ്ടത്. സോ ഓരോ കട്ട് ചെയ്യുമ്പോഴും നമ്മുടെ പ്രൈമറി ഗോൾ ഈസ് ടു ഇവോക്ക് ഇമോഷൻ ഇൻ അവർ ഓഡിയൻസ്. അത് ഹാപ്പിനെസ് ആണെങ്കിലും ഫിയർ ആണെങ്കിലും സാഡ്നെസ് ആണെങ്കിലും എക്സൈറ്റ്മെൻറ്റ് ആണെങ്കിലും ക്യാരക്ടറിന് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് ഓഡിയൻസിനും ഫീൽ ചെയ്യണം. സോ ഇഫ് യു ക്യാൻ ജനറേറ്റ് ദാറ്റ് ഇമോഷൻ യു ക്യാൻ മേക്ക് യുവർ ഓഡിയൻസ് നോട്ട് ജസ്റ്റ് ആൻ ഒബ്സർവർ ബട്ട് ബിക്കം ദ മെയിൻ ക്യാരക്ടർ. ഇതിൻ്റെ ഒരു ഗ്രേറ്റ് എക്സാമ്പിളാണ് ഇൻ്റർസ്റ്റെല്ലാറിൽ കൂപ്പർ വീഡിയോ മെസ്സേജ് കാണുന്ന സീൻ. ഇവിടെ ഓരോ തവണ കൂപ്പറിൻ്റെ ഫേസിൽ നിന്നും വീഡിയോ മെസ്സേജിലേക്ക് കട്ട് ചെയ്യുമ്പോഴും ടൈം എത്രമാത്രം പാസ് ചെയ്യുന്നുണ്ടെന്ന് അവരുടെ ഏജ് കൂടുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കൂപ്പർ മിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം അവർ കിഡ്സ് ആയിരുന്നു. ബട്ട് നൗ അവരുടെ മാരേജ് കഴിഞ്ഞ് അവർക്കും കിഡ്സായി. കൂപ്പർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സ്വന്തം മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം നഷ്ടപ്പെട്ടു എന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു ഫാദറുടെ ഇമോഷണൽ ഫീലിങ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. പ്യുവർ ഇമോഷൻസ്, ക്രേസി ക്യാമറ മൂവ്മെൻറ്റ്സ് ഇല്ല, സ്പെഷ്യൽ എഫക്ട്സ് ഇല്ല, ജസ്റ്റ് പ്യുവർ ഇമോഷൻസ്. ആൻഡ് ഓരോ തവണ ഈ ഷോർട്സ് കട്ട് ചെയ്യുമ്പോഴും ഇത് കാണുന്ന ഓഡിയൻസിന് ക്യാരക്ടറുടെ ആ സെയിം ഇമോഷൻ ഫീൽ ചെയ്യാൻ കഴിയും. പാരസൈറ്റ് മൂവിയിലെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്റ്റോൺ കാണിക്കുന്നുണ്ട്. ആൻഡ് കീവു ആ സ്റ്റോൺ കണ്ടിട്ട് വളരെയധികം അട്രാക്റ്റഡ് ആവുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് കട്ട് കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്തിട്ട് ഒരു ജെം കട്ടാണ്. ബാക്കിയുള്ളവർ ഓൾറെഡി സ്റ്റോൺ എടുത്ത് നോക്കാൻ തുടങ്ങി. ആൻഡ് ആ ഒരു ചെറിയ ടൈം പാസ്
ഒരിക്കലും ആക്സിഡൻ്റൽ അല്ല. ഓൾസോ ജേക്കട്ട് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ കാണുന്ന നമുക്കും ആ ഒരു ടൈം പാസ് പെട്ടെന്ന് ഫീൽ ചെയ്യില്ല. സോ നമ്മളും കീവുവിൻ്റെ കൂടെ ആ സ്റ്റോൺ കണ്ട് അട്രാക്റ്റഡ് ആയിപ്പോയി. ഈവൻ ടൈം പാസ് ചെയ്തതുപോലും നമ്മളും ക്യാരക്ടറും അറിഞ്ഞിട്ടില്ല. സോ നമ്മൾ ചെയ്യുന്ന ഓരോ കട്ട്സിലൂടെയും ക്യാരക്ടറിന് ഫീൽ ചെയ്യുന്ന അതേ ഇമോഷൻ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ കഴിയും. ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. സ്ക്രിപ്റ്റ് ചെയ്ത ടൈമിൽ ഞാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയത് ഈ ഒരു പോർഷൻ എഴുതാനാണ്. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു പാർക്കിലിരിക്കുവാണ് ആൻഡ് പെട്ടെന്ന് ഒരു നായ നിങ്ങളെ കടിക്കാൻ വന്നു. നിങ്ങൾ എഴുന്നേറ്റ് ഓടി സേഫായിട്ടൊരു സ്ഥലത്തെത്തി. ഇവിടെ നിങ്ങൾ പാർക്കിലിരുന്ന ടൈമിലും ഓടി രക്ഷപ്പെടുന്ന ടൈമിലും അതുപോലെ സേഫായിട്ട് എത്തുന്ന ടൈമിലും നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ഡിഫറൻ്റ് ആണ്. ഫസ്റ്റ് നോർമൽ റേറ്റ് ആയിരിക്കും ആൻഡ് ഓടുന്ന ടൈമിൽ ഹാർട്ട് ബീറ്റ് കൂടി ആൻഡ് സേഫായിട്ടൊരു സ്ഥലത്തെത്തിയപ്പം ഹാർട്ട് ബീറ്റ് പതിയെ നോർമലായി. ആൻഡ് ഈ ഒരു ഹാർട്ട് ബീറ്റിനെ നമുക്ക് റിതമായിട്ട് കാണാം. റിതം ഈസ് ദ സ്പീഡ് ഓഫ് പ്രോഗ്രഷൻ ഓഫ് ഇൻഫർമേഷൻ. സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് എന്ന് അർത്ഥമില്ല. റിതം ഈസ് എ വെറൈറ്റി ഓഫ് സ്പീഡ്. ഓപ്പൺ ഹൈമറിൽ ട്രിനിറ്റി ടെസ്റ്റ് നടക്കുന്ന സീനാണിത്. ഞാൻ പ്രീമിയറിൽ ഷോട്ട് ബൈ ഷോട്ട് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ കൗണ്ട് ഡൗൺ ഏകദേശം എൻഡ് ചെയ്യാറായി. ബോംബ് ബ്ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കട്ട്സിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന കാണാം. അതിനു മുമ്പും അതിന് ശേഷവും അത്ര ഫാസ്റ്റ് ആയിട്ടുള്ള കട്ട്സ് അല്ല ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെ റിതം ചേഞ്ച് ചെയ്യുന്നതിലൂടെ ആ സിറ്റുവേഷൻ്റെ ഇൻറ്റൻസിറ്റി, ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻ, ടെൻഷൻ, ഫിയർ ഇതെല്ലാം ഓഡിയൻസിലേക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു കോൺട്രാസ്റ്റ്, അതായത് റിതത്തിൽ വരുന്ന ഡിഫറൻസ് ഓഡിയൻസിന് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. സോ റിതം വേരി ചെയ്യുന്നതിലൂടെ വി വേരി സ്റ്റോറി ആൻഡ് ഇമോഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇതെല്ലാം ഇൻഡ്യൂഷൻ ബേസ്ഡ് ആണ്. നമുക്ക് നാച്ചുറലി വരേണ്ടതാണ്. സോ ലേൺ, ഒബ്സർവ് ആൻഡ് പ്രാക്ടീസ്. യൂട്യൂബിൽ നമുക്ക് എഡിറ്റേഴ്സിൻ്റെ ഇൻ്റർവ്യൂസ് കാണാം, പോഡ്കാസ്റ്റ് ഉണ്ട്, അവരെടുക്കുന്ന ക്ലാസ്സസ് ഉണ്ട് ആൻഡ് ബ്രേക്ക് ഡൗൺസ് ഉണ്ട്. ഇവിടെ നിന്നെല്ലാം നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. ആൻഡ് എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് കുറേ ബുക്സ് ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ പറയാം. ദെൻ നമുക്ക് ഒബ്സർവ് ചെയ്യാം റിയൽ ലൈഫിൽ ആൾക്കാരെങ്ങനെയാണ് പെരുമാറുന്നത്, അവരുടെ റിയാക്ഷൻസ്, ആക്ടിവിറ്റീസ് ഇതെല്ലാം ഒബ്സർവ് ചെയ്യാം. ആൻഡ് ഫൈനലി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പ്രാക്ടീസ് ചെയ്യാം. സോ അറ്റ് എ വെരി ബേസിക് ലെവൽ വീഡിയോ എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ക്ലിപ്സ് ജോയിൻ ചെയ്ത് ഒരു സിംഗിൾ വീഡിയോ ആക്കുന്നതാണ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ബി എ ഗുഡ് എഡിറ്റർ, ലേൺ ഹൗ ടു ടെൽ സ്റ്റോറീസ് ത്രൂ വിഷ്വൽസ് ആൻഡ് ടു ഇവോക്ക് ഇമോഷൻ ഇൻ ഓഡിയൻസ്. ആൻഡ് നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ആണോ യൂസ് ചെയ്യുന്നത് ആ സോഫ്റ്റ്വെയറിൻ്റെ നല്ല നോളജ് വേണം. എങ്കിലേ നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ആൻഡ് ദാറ്റ്സ് വൈ ഞാൻ അഡോബ് പ്രീമിയർ പ്രോയുടെ ഒരു കംപ്ലീറ്റ് മാസ്റ്റർ കോഴ്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഇൻ 1895 ഡിസംബർ 28 ആളുകൾ ആദ്യമായിട്ടൊരു കാര്യം കാണുവാണ്. ലൂമിയർ ബ്രദേഴ്സ് ഒരു മെഷീൻ കണ്ടുപിടിച്ചു, സിനിമറ്റോഗ്രാഫ്. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം അവർ ആ കാഴ്ച കണ്ടു, മൂവിങ് ഇമേജസ് ഓൺ ദ സ്ക്രീൻ. ആൻഡ് അതായിരുന്നു സിനിമയുടെ ബർത്തും എഡിറ്റിങ്ങിൻ്റെ ബേസും. ആദ്യ സമയങ്ങളിലൊക്കെ ദ കോൺസെപ്റ്റ് ഓഫ് എഡിറ്റിംഗ് വാസ് വെരി സിമ്പിൾ. കട്ടിങ്ങും ഇല്ല, സ്പ്ലൈസിങ്ങും ഇല്ല, ജസ്റ്റ് എ കണ്ടിന്യൂസ് റോൾ ഓഫ് ഫിലിം. ഇൻ 1896 ജോർജ് മേലസ് പാരീസിലെ സ്ട്രീറ്റിലൂടെ ഒരു ട്രക്ക് പാസ് ചെയ്യുന്ന സീൻ ഫിലിം ചെയ്യുമായിരുന്നു. ആൻഡ് സഡൻലി ഫിലിം ജാമായി. സോ അത് പെട്ടെന്ന് ശരിയാക്കിയിട്ട് വീണ്ടും ഫിലിം ചെയ്തു. ആൻഡ് ആ ഫിലിം ഡെവലപ്പ് ചെയ്തപ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം കണ്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ട്രക്ക് പെട്ടെന്ന് ഹേഴ്സായി മാറി. ആൻഡ് ഇതിന് നമ്മൾ ജം കട്ട് എന്ന് പറയും. ആൻഡ് ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട് ജോർജ് മേലസ് ഫെൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ഫിലിംസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. സോ ഫിലിംസ് കണ്ടിന്യൂസ് റോളായിട്ട് കാണിക്കുന്നതിന് പകരം ഡിഫറെൻറ്റ് ടൈമിലും ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലും എടുത്ത ഫിലിംസ് ജോയിൻ ചെയ്ത് ഒരുമിച്ച് കാണിക്കാൻ തുടങ്ങി. ആൻഡ് ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്നതാണ് ഫിലിം എഡിറ്റിംഗ്. ഇൻ ഏർലി 90s ഒരു അമേരിക്കൻ ഫിലിം മേക്കറായ എഡ്വിൻ എസ് പോർട്ടർ ദ ഗ്രേറ്റ് ട്രെയിൻ റോബറി എന്ന ഫിലിമിലൂടെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എഡിറ്റിംഗ് ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ക്രോസ് കട്ടിംഗ്. മൾട്ടിപ്പിൾ സീൻസിൽ നടക്കുന്ന കാര്യങ്ങൾ സ്വിച്ച് ചെയ്ത് കാണിക്കാൻ തുടങ്ങി. സോ ഓഡിയൻസിലേക്ക് ടെൻഷൻ ബിൽഡ് ചെയ്യാനും നല്ലൊരു നറേറ്റീവ് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്തു. ദെൻ ഇൻ ഏർലി 20th century റഷ്യൻ ഫിലിം മേക്കറായ ലേവ് കൊളേഷോവ് സീക്വൻഷ്യലായിട്ട് ഷോട്ട്സ് അറേഞ്ച് ചെയ്യുന്നതിലൂടെ ഒരു മീനിങ് ഡിറൈവ് ചെയ്യാനും ഓഡിയൻസിൽ ഒരു ഇമോഷണൽ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്തു. സോ എഡിറ്റിംഗ് ജസ്റ്റ് ഒരു ടെക്നിക്കൽ ജോബ് മാത്രമല്ല, ഒരു ആർട്ട് ഫോമായി മാറാൻ തുടങ്ങി. ഇൻ 1920s റഷ്യൻ ഫിലിം മേക്കറായ സെർഗെ ഐസൻസ്റ്റൈൻ ദ തിയറി ഓഫ് മൊണ്ടാഷിലൂടെ ഈ ഐഡിയാസിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു. ഷോട്ട്സ് ഒരുമിച്ച് പ്ലേസ് ചെയ്യുന്നതിലൂടെ എങ്ങനെ പവർഫുൾ ആയിട്ടുള്ള നറേറ്റീവ് ആൻഡ് ഇമോഷണൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് ബാറ്റിൽഷിപ്പ് പൊട്ടേക്കിൻ എന്ന ഫിലിമിലൂടെ കാണിച്ചു തന്നു. സിനിമാറ്റിക് ഹിസ്റ്ററിയിലെ തന്നെ ഒരു ലാൻഡ്മാർക്കായിരുന്നു ഈ ഫിലിം, എക്സ്പെഷ്യലി ഒഡേസ സ്റ്റെപ്പ് സീക്വൻസ്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള റാപ്പിഡ് കട്ട്സ് ആ സിറ്റുവേഷൻ്റെ ഇൻറ്റൻസിറ്റി ആൻഡ് ആ ഒരു കെയോസ് ഓഡിയൻസിലേക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. ദെൻ ലേറ്റ് 20th century ഒക്കെ ആയ ടൈമിൽ ടെക്നോളജി അഡ്വാൻസ് ആയി. നോൺ ലീനിയർ സിസ്റ്റംസ് ലൈക്ക് അവിഡ് ആൻഡ് അഡോബ് പ്രീമിയർ പ്രോ വെയർ ലോഞ്ച്ഡ്.
സോ എഡിറ്റേഴ്സ് ഫിസിക്കലായിട്ട് കട്ട് ചെയ്യുന്നതിൽ നിന്ന് ഡിജിറ്റൽ സോഫ്റ്റ്വെയർസിലേക്ക് മാറി ആൻഡ് ദ ടൈം ലൈൻ ബിക്കെയിം ദർ ക്യാൻവാസ്. ആൻഡ് ടുഡേ എഡിറ്റിംഗ് ഒരു ടെക്നിക്കൽ പ്രോസസ്സ് മാത്രമല്ല, ഇറ്റ്സ് ആൻ ആർട്ട് ഫോം ഷേപ്പിംഗ് ദ റിതം, ടോൺ ആൻഡ് ഇമോഷൻ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് അക്രോസ് ദ മീഡിയാസ്.